ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ആൻഡ് ഷൈൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തൈര് സാദം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. തൈര് സാദം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന ചോറ് നന്നായിട്ട് വെന്തതായിരിക്കണം, എങ്കിലേ തൈര് സാദം ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവൂ. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിപ്പ് കുറഞ്ഞ തൈര് വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പുളിപ്പില്ലാത്ത കുറച്ച് മോരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് സാദം എപ്പോഴും നല്ല കട്ടിയല്ലാതെ കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായി അരിഞ്ഞ കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോറിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തൈര് സാദം ഏകദേശം ഇവിടെ ഒന്ന് റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ ഇനി പ്രത്യേകിച്ച് വേറൊരു കറിയുടെ ആവശ്യമില്ല, ഇതല്ലാതെ തന്നെ കഴിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ മല്ലിയിലയുടെ ആ ഒരു പച്ച രുചി ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ മല്ലിയില ചേർക്കണമെന്നില്ല. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഭംഗിക്കായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മാതളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമല്ല, താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. പക്ഷേ ഈ മാതളവും ചോറും കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ തൈര് സാദം ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. കൂടെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇതുപോലൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നത് വരെ ബൈ ബൈ.